ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോയിൽ ഉലുവ കൊണ്ട് എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാം എന്ന ടോപ്പിക്കാണ്. ഒരേ സമയം ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണ് ഉലുവ. ഉലുവയുടെ വിത്തും ഇലയും നമ്മൾ ഔഷധവും ആഹാരവുമായി ഉപയോഗിക്കാറുണ്ട്. പഞ്ചസാരയുടെ അംശം ഒട്ടുമില്ലാത്ത ഈ ഔഷധ ചെടിയിൽ അയൺ, പ്രോട്ടീൻസ്, ഫൈബർ, ആൽക്കലോയിഡ്സ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഉലുവ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇത് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യുന്നു. ദഹനവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും വാതരോഗങ്ങൾക്കും സ്ത്രീരോഗങ്ങൾക്കും അതുപോലെ വണ്ണം കുറയുവാൻ വേണ്ടിയിട്ടും തലയിലെ താരൻ പോകാൻ വേണ്ടിയിട്ടും ഷുഗർ കുറയുവാനും പിമ്പിൾസ് കുറയാനും എല്ലാം നമ്മൾ ഉലുവ ഉപയോഗിക്കാറുണ്ട്. ഉലുവ എങ്ങനെ പ്രമേഹം കുറയ്ക്കുന്നു എന്ന വിഷയത്തിൽ ധാരാളം റിസർച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്. ശാസ്ത്രീയമായി നടത്തിയ ഈ ഗവേഷണങ്ങളിലെല്ലാം തന്നെ ഡയബറ്റീസ് പേഷ്യൻസിൽ ഷുഗർ കുറയുന്നതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി പ്രയോജനം വരുന്നത്. ഒരുപാട് നാളായി ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കാരണവശാലും മരുന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ പാടില്ല. പക്ഷേ മരുന്നിനോടൊപ്പം തന്നെ ഉലുവ ചേർത്ത ആഹാരങ്ങൾ ധാരാളം കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കുകയും ചെയ്യും. വിവിധ ഗവേഷണങ്ങൾ പ്രകാരം എങ്ങനെയാണ് ഉലുവ ഷുഗർ കുറയ്ക്കുന്നതെന്ന് ആദ്യം നോക്കാം. ധാരാളം ഉലുവ ഒരാൾ കഴിക്കുമ്പോൾ മറ്റ് ആഹാരങ്ങളുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആഗിരണം കുറയ്ക്കാൻ ഉതകുന്ന ആൽക്കലോയിഡ്സ് ഈ ഉലുവയിലുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആഗിരണം കുറയുമ്പോൾ ഷുഗർ ഒരിക്കലും കൂടില്ല. അതുപോലെ ഉലുവയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് പാൻക്രിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഉലുവ കഴിക്കാമെന്ന് നോക്കാം. നിത്യവും നമുക്ക് 10 ഗ്രാം തൊട്ട് 15 ഗ്രാം ഉലുവ വരെ കഴിക്കാം. ദിവസവും തലേന്ന് രാത്രി 10 ഗ്രാം ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ കുതിർത്ത ഉലുവ മിക്സിയിലിട്ട് നന്നായി അരച്ച് വെള്ളം ചേർത്തോ അല്ലാതെയോ കഴിക്കുക. ഈ ഒരു മെത്തേഡാണ് ഷുഗർ കുറയാൻ ഏറ്റവും നല്ലത്. ഇനി അതിന് മടിയുള്ളവർക്ക് ഉലുവ വറുത്തിട്ട് അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഷുഗർ ഉള്ളവർ ചായയ്ക്ക് പകരം ഉലുവ ചായയാക്കുക. അതായത് ചൂടുവെള്ളത്തിൽ അല്പം ഉലുവാപ്പൊടിയും നാരങ്ങാനീരും അല്പം തേനും മാത്രം ഒഴിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. രാത്രി ആഹാരത്തിന് സൂചി ഗോതമ്പും അല്പം ചെറുപയറും ധാരാളം ഉലുവയും ചേർത്ത് ഉലുവാക്കഞ്ഞി ശീലമാക്കുന്നത് നല്ലതാണ്. ഉലുവയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് ചപ്പാത്തി പോലെയുള്ളതിൽ മിക്സ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ്. ഉലുവ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാവുകയില്ല. അതുപോലെ രക്തക്കുറവുള്ളവർക്കും ഉലുവ സ്ഥിരം കഴിക്കുന്നത് നല്ലതാണ്. ദഹന പ്രശ്നമുള്ളവർക്കും പെട്ടെന്ന് മാറിക്കിട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത്. മുലപ്പാൽ കുറവുള്ള അമ്മമാർ ഉലുവയിൽ അരിപ്പൊടിയും നെയ്യും തേങ്ങാപ്പാലും ചേർത്ത് ലഡു പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. തൈറോയ്ഡ് ഉള്ളവർ ഉലുവ കുതിർത്ത ശേഷം നാരങ്ങാനീരും ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. മൂത്രതടസ്സം മാറ്റുവാൻ വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ച ഉലുവയും ശർക്കരയും ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇടയ്ക്കിടെ കുടിക്കുന്നത് നല്ലതാണ്. രക്തക്കുറവുള്ള പെൺകുട്ടികൾ നിത്യേന അല്പം ഉലുവയും ശർക്കരയും ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികളിലെ വിരശല്യം, ദഹനക്കേട് എന്നിവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഉലുവ പൊടിച്ചതും ശർക്കരയും നെയ്യും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രമേഹം വരാൻ സാധ്യതയുള്ളവരും ചെറുപ്പത്തിലെ ആവശ്യത്തിന് ഉലുവ ശീലിക്കുന്നത് പ്രമേഹത്തെ തടയും. ഉലുവ പ്രമേഹം മാത്രമല്ല രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. നിത്യേന അരിയാഹാരം പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നവർ ദോശ, ഇഡലി എന്നിവയുടെ മാവ് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു പിടി ഉലുവ കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഇങ്ങനെ നിരവധി രോഗങ്ങൾക്ക് നമുക്ക് സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചേരുവയാണ് ഉലുവ. സ്ഥിരമായി വേണ്ട വിധത്തിൽ ഉലുവ ഉപയോഗിക്കുന്നവർക്ക് ഒരു വിധത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങളെല്ലാം തന്നെ അകറ്റി നിർത്തുവാനും കഴിയും. ആരോഗ്യ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി കാണാം. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്